ഉയർത്തുന്നു നാഥാ. ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ അർശിന്റെ ചുവട്ടിലാണ് ഞാൻ ആ സമയത്ത്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കഴിവാണ്. ആരാണ് ജിബ്രീൽ എന്ന് ഞാൻ പറഞ്ഞു തരാം. ആരാണ് ജിബ്രീൽ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അല്ലാഹുവിന്റെ അർശിന്റെ ചുവട്ടിലാണ് ഞാൻ എപ്പോഴുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് പറയുകയാണ്, അദ്രിക അബ്ദി യാ ജിബ്രീൽ, അല്ലയോ ജിബ്രീലേ, ജിബ്രീലേ എന്റെ അടിമയെ പിടിക്കണേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറയുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു ആ പൊട്ടക്കിണറ്റിന്റെ മുകളിൽ നിന്ന് കുട്ടിയെ സഹോദരങ്ങൾ വലിച്ചു താഴേക്കിടുമ്പോ കുട്ടിയല്ല ആദ്യം കിണറ്റിന്റെ അടിയിലെത്തിയത്. ആദ്യമായ കിണറ്റിന്റെ അടിയിൽ അർശിന്റെ അടുക്കൽ നിന്ന് ആ തട്ടിലേക്ക് വന്നുകൊണ്ട് കിണറ്റിന്റെ താഴ്ഭാഗത്തേക്ക് വന്നുകൊണ്ട് കുട്ടിയെ താങ്ങിയെടുത്തത് ഞാനാണ് എന്ന് സയ്യിദുനാ ജിബ്രീൽ. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു മരിപ്പിക്കുകയാണ്. എല്ലാ പ്രവാചകന്മാർക്കും വഹി എത്തിച്ച ജിബ്രീലേ, ഇനി നീ ജീവിക്കേണ്ടതില്ല, നീ അവസാനിക്കുകയാണ്, എന്നേക്കുമായി യാത്ര തിരിക്കുകയാണ്. അവസാന യാത്രയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മരിക്കുകയാണ്. ഫയമൂതു ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുമത്രേ. രണ്ടാമതായി മീകായിൽ അലൈഹിസ്സലാമിനെ വിളിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മീകായിലോട് പറയുമത്രേ, മുത്തിയാ മീകായിൽ, അല്ലോ മീകായിലേ മരിക്കണേ എന്ന് പറയുമ്പോ ഫയമൂതു മീകായിൽ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മീകായിൽ അലൈഹിസ്സലാം മരിക്കുകയാണ്. മീകായിൽ അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുകയാണ്. ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചത് മുതൽ ആകാശത്ത് മിന്നി മറയുന്നതാകുന്ന നക്ഷത്രങ്ങളില്ലയോ, കോടാനുകോടി ജനങ്ങൾക്ക് മഴ നൽകിയില്ലയോ, ഭക്ഷണം വിതറിയില്ലയോ, ഇടിമിന്നൽ വർഷിച്ചില്ലയോ, ഇനി നിന്റെ അവസാനമാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ആത്മാവിനെ പിടിക്കുകയാണ്. മൂന്നാമതായി സൂറന്ന കാഹളത്തിൽ രണ്ടാമത്തെ പ്രാവശ്യവും ഊതിയത്ത് നിൽക്കുന്ന ഇസ്രാഫീലിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുമത്രേ, മുത്തിയാ ഇസ്രാഫീലേ, നീയും മരിക്കൽ അനിവാര്യമാണ്, നിർബന്ധമാണ്. മരിച്ചാൽ ശരിയാവും. കാരണം ഇനി അടുത്ത ഊതൂതണ്ടേ, അതൊക്കെ ഊതിക്ക. ഇപ്പൊ നീ മരിക്കണം. മരണത്തിന്റെ രുചി നീ അറിയണം. ഇത് പിന്നീട് നിന്നെ തന്നെ ആദ്യം ഞാൻ പുനർജീവിപ്പിക്കും, എന്നിട്ട് മൂന്നാമത്തെ ഊത്തൂതാൻ പറയും. അപ്പൊ നീ എന്ത് ചെയ്യണം? മൂന്നാമത്തെ ഊത്തൂതാണ്. ഇപ്പൊ നീ മരണത്തിന്റെ രുചി അറിയണം. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാർ وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. ഈ ലോകത്തെ മരണത്തിന്റെ വേദന അറിയാത്തവരായി ഒരാളുമില്ല, ഒരു പ്രവാചകനുമില്ല, ഒരു വ്യക്തിയുമില്ല, ഒരു മലക്ക് പോലുമില്ല. എല്ലാവരെയും അല്ലാഹു മരിപ്പിക്കുക. അല്ലാഹു എല്ലാവരെയും മരിക്കും. അതാണ് ഖുർആൻ പറഞ്ഞത്, വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അല്ലാഹു മാത്രം മതി ഇവിടെ, ബാക്കിയുള്ളവരൊക്കെ തീർക്കാണ്. മൊത്തം തീരാൻ പോകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, ഇസ്രാഫീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയും, ഇസ്രാഫീലെ നീയും മരിക്കണം. ഫയമൂതു ഇസ്രാഫീൽ. ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ആത്മാവിനെയും അല്ലാഹു പിടിക്കും, ആത്മാവിനെ വേർപെടുത്തും. നാലാമതായി ആരാണ് ബാക്കിയുള്ളത്? അസ്രായിൽ അലൈഹിസ്സലാം മാത്രം. അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു വിളിക്കും. ഇതാണ് നമ്മൾ പഠിക്കേണ്ട പാഠം. ഇതാണ് നമ്മൾ പഠിക്കേണ്ട പാഠം. ഈ ലോകത്തുള്ളതാകുന്ന സർവ്വ സൃഷ്ടിജാലങ്ങളുടെയും ആത്മാവിനെ വേർപെടുത്തിയതാകുന്ന അസ്രായിൽ അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ നിന്ന് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാവിനെ വേർപെടുത്തുകയാണ്.
അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് പോലും അള്ളാഹു ആത്മാവിനെ വേർപെടുത്തും, ബാക്കിയാക്കൂല. ഈ ലോകത്തുള്ള സർവരുടെയും ആത്മാവിനെ പിടിച്ച ജോലിയാണ് എനിക്ക്, അതുകൊണ്ട് എന്നെ മാറ്റി നിർത്തണം, പറ്റൂല, നിന്നെയും പിടിക്കും. അസ്രായീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു അടുത്തേക്ക് വിളിക്കും. فيقول الله تبارك وتعالى അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ്, മനിൽ ബാഖി യാ അസ്രായീലേ ഇനി ആരാണ് ബാക്കിയുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്രായീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുമ്പോൾ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അല്ലാഹ് അബ്ദുകൽ ഫാനി യാ അല്ലാഹുവേ പടച്ചറബേ നിന്റെ നശിക്കാനുള്ള ഈ അടിമ മാത്രമാണ് അല്ലാഹ്, നശിക്കാനുള്ള ഈ അടിമ മാത്രമാണ് അല്ലാഹ്. കാരണം അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് മനസ്സിലായി ഞാൻ മരിക്കേണ്ടതാണ്. കാരണം എന്റെ ശരീരത്തിൽ മരണപ്പെട്ടു പോയി, ജിബ്രീൽ അസ്തമിച്ചു പോയി, മീകായിൽ മരണപ്പെട്ടു പോയി, ഇസ്രാഫീൽ മരണപ്പെട്ടു പോയി. ഇനി ആർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്? ഈ ലോകം തന്നെ പടക്കാൻ കാരണക്കാരനാകുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ, കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ, ആ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയില്ലയോ, ഇനി ഒരിക്കലും എന്നെ അല്ലാഹു ഈ ലോകത്ത് ബാക്കിയാക്കുകയില്ല. അതുകൊണ്ട് തന്നെ അസ്രായീൽ വിളിച്ചു പറയുകയാണ്, അബ്ദുകൽ ഫാനി യാ അല്ലാഹ്, അല്ലാഹുവേ പടച്ചറബേ നിന്നെ നശിക്കാനുള്ള ഈ അടിമ മാത്രമാണ് എന്ന് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്രായീൽ അലൈഹിസ്സലാമിനോട് പറയുമത്രേ, ലാ മിൻ മൗതിക യാ അസ്രായീലേ, നീ മരിക്കൽ നിർബന്ധമാണ്, നീ മരിക്കൽ അനിവാര്യമാണ്. ചിന്തിക്കണേ മൗലിലുള്ള ചെറുപ്പക്കാരാ, ഒരുപക്ഷെ നിന്റെ കാത് മുടച്ചത് മുതൽ ഉമ്മനെ മുസാദി ഈ ചരിത്രം പറയുന്നത് വരെ അസ്രായീലിന് അന്ത്യമുണ്ടോ എന്ന് ചിന്തിച്ചിരുന്നതാകുന്ന വിശ്വാസികളില്ലയോ, ചെറുപ്പക്കാരില്ലയോ, യുവാക്കളില്ലയോ? അസ്രായീലിനും അന്ത്യമുണ്ടത്രേ. അസ്രായീലിനും ഈ ലോകത്ത് നിന്ന് ഒരു വിട പറയലുണ്ടത്രേ. ഒന്ന് കാത് കൊടുത്ത് കേൾക്കണേ, ഹൃദയം കൊടുത്ത് ചിന്തിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഫയദ്ഹബുല മൗലിയും ബൈനൽ ജന്നതി വന്നാർ, സ്വർഗ്ഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ള ഒരു പ്രവിശ്യയിലേക്ക് അസ്രായീൽ അലൈഹിസ്സലാം പോവുകയാണ്. അല്ലാഹുവിന്റെ കൽപ്പന കിട്ടിയിരിക്കുകയാണ്, മരിക്കടാ, നീയും മരിക്കൽ അനിവാര്യമാണ്, നീയും മരിക്കൽ നിർബന്ധമാണ്. അസ്രായീൽ അലൈഹിസ്സലാം പോവുകയാണ്. അസ്രായീൽ അലൈഹിസ്സലാം ചെല്ലുകയാണ്. സ്വർഗ്ഗത്തിന്റെയും നരകത്തിന്റെയും ഒരു പ്രവിശ്യയിലേക്ക് ചെന്നിട്ട് സ്വന്തമായി ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുമത്രേ. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അല്ലാഹ് ഇന്നി ലാ അൻസിഉ അർവാഹൽ മുഅ്മിനീന ഇല്ലാ ബിർഫഖി യാ അല്ലാഹ്. മരണത്തിൽ വേദനയുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും പടച്ചറബേ അല്ലാഹുവേ മുഅ്മിനീങ്ങളുടെ ആത്മാവിനെ മയത്തോട് കൂടിയല്ലാതെ ഞാൻ പിടിക്കുമായിരുന്നില്ല അല്ലാഹ്. ഇത് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വല്ലാത്തൊരു അട്ടഹാസമാണ്, വല്ലാത്തൊരു കോലാഹലമാണ് അസ്രായീൽ അലൈഹിസ്സലാമിന്റെ വഫാത്തിനുണ്ടാവുക. വല്ലാത്തൊരു ോടുകൂടി അസ്രായീൽ അലൈഹിസ്സലാം പറയുമത്രേ, അവലിലുള്ള ചെറുപ്പക്കാരാ, എന്റെ ശബ്ദം ശ്രമിക്കുന്ന 17ന്റെയും 18ന്റെയും യുവകുടങ്ങളാകുന്ന യുവതികളെ, ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ,
സഹോദരങ്ങളെ, അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് ജീവിക്കുന്നവരെ, മരണത്തെ കുറിച്ച് ചിന്തയുണ്ടോ? അടുത്ത സെക്കൻഡിൽ മരിക്കണ്ടോ? ഈ ലോകത്ത് എന്ന് വിട പറയണ്ടയോ? പ്രവാചകൻ മരണപ്പെട്ടു പോയി. സർവ്വ അമ്പിയാക്കളും ഔലിയാക്കളും മഹത്തുക്കളും ഈ ലോകത്ത് എന്ന് വിട പറഞ്ഞു പോയി. നമുക്ക് മരിക്കണ്ടയോ? നമ്മുടെ മുന്നിൽ കിടക്കുന്നത് വലിയ ആരിഫാണ്, ഔലിയാക്കളിൽപ്പെട്ടതാ. മഹാനുഭാവൻ പോലും നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയില്ലയോ? എത്രയെത്ര ഔലിയാക്കൾ, എത്രയെത്ര മഹത്തുക്കൾ, എത്രയെത്ര സച്ചരിതരാകുന്ന ഉലമാക്കൾ, ശംസുലുലമയും താജുലുലമയും അടക്കം നമ്മുടെ സമുന്നതരാകുന്ന നേതാക്കൾ മുഴുവനും മരണപ്പെട്ടു പോയില്ലയോ? ചിന്തിക്കണേ ചെറുപ്പക്കാരാ, ചിന്തിക്കണേ പ്രിയപ്പെട്ടവമ്മ. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോലും ഈ ലോകത്ത് എന്ന് വിട പറയുമെന്ന് പ്രവാചകർ പഠിപ്പിക്കുമ്പോ എന്തിനാണ് സഹോദരാ ചെറുപ്പക്കാരാ, എന്തിനാണ് നീ അഹന്ത വെക്കുന്നത്? എന്തിനാണ് കുടുംബ മഹിമയും പറഞ്ഞുകൊണ്ട് പോരടിക്കുന്നത്? ഒരു ചെറിയ വഴിയുടെ പ്രശ്നത്തിൽ, ഒരടി വഴിയുടെ വിഷയത്തിൽ കുടുംബങ്ങൾ തമ്മിൽ തർക്കത്തിലേർപ്പെട്ടുകൊണ്ട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് മഹല്ലുകളിൽ കോടതികൾ വന്നുകൊണ്ട് കേസുകൾ വന്നുകൊണ്ട് വെക്കുന്നില്ലയോ? എത്ര മാസക്കാലം, എത്ര വർഷക്കാലം സംസാരിക്കാതെ മിണ്ടാതിരിക്കുന്ന കുടുംബങ്ങളില്ലയോ? എന്തിനാണ്? പൊരുത്തപ്പെടണേ, തൗബ ചെയ്യണേ. ഈ ലോകത്ത് നിന്ന് വിട പറയാൻ സമയമായിരിക്കുകയാണ്. മരണമിതാ അടുത്തു വന്നിരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തിയതാണ്, അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, സർവസുഖങ്ങളെയും ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്നതായ മരണത്തെ കുറിച്ച് ചിന്തിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആരാ ചിന്തിക്കുന്നത്? മുത്തഅല്ലിമീങ്ങൾ ഒഴികെ, ആത്മീയമാകുന്ന അറിവ് പഠിക്കുന്നതാകുന്ന വിദ്യാർത്ഥികൾ ഒഴികെ ബാക്കിയുള്ളതാകുന്ന മുഴുവൻ ആളുകൾ മരണത്തെ കുറിച്ച് സ്മരിച്ചുകൊണ്ടിരിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളിൽ ആരാ ചിന്തിക്കുന്നത്? മരണത്തെ കുറിച്ച് എവിടെയാണ് നമ്മൾ ഓർത്തത്? അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. എന്തായാലും നമ്മൾ മരിക്കുമെന്നുള്ള കാര്യം ഇതോടുകൂടി തീർച്ചയായും അല്ലേ? അതിന്റെ ആ തത്വമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് അവസാനിപ്പിച്ചത്. കാരണം ആര് മരിക്കുമെന്ന് വരെ പറഞ്ഞു. അസ്റായീൽ അലൈഹിസ്സലാം വരെ ഈ ലോകത്തുനിന്ന് വിട പറയുമെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്തായാലും ഏകദേശം ആ കാര്യത്തെ കുറിച്ച് ഉറപ്പായി. എന്തായാലും മരിക്കും, ആ കാര്യം തീർപ്പായി. ഇനി നമ്മൾ നന്നാവാൻ ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ കുറഞ്ഞ ആയുസ്സേ നമുക്കുള്ളൂ. ഇപ്പൊ തന്നെ 30 കഴിഞ്ഞു, 50 കഴിഞ്ഞു, 60 കഴിഞ്ഞു. അമാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ സമുദായത്തിന്റെ ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇപ്പൊ തന്നെ എത്ര ആയുസ് കഴിഞ്ഞിരിക്കുകയാണ്, മരിക്കാറായിരിക്കുകയാണ്. മരണം നമ്മുടെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. അല്ലാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കട്ടെ.